MT ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം നിശ്ചയമായും ചർച്ച ചെയ്യപ്പെടേണ്ട സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. MT വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ അവസാന കാലം വരെയും നിലനിർത്തിപ്പോകുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പുരോഗമന സ്വഭാവമുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. നിരന്തരമായി സമൂഹത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് അദ്ദേഹം കമൻറ്റ് ചെയ്യുന്നത് കണ്ടു. പലപ്പോഴും അദ്ദേഹം ഇടതുപക്ഷ പുരോഗമന സ്വഭാവമുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് കണ്ടു. വലതുപക്ഷത്തിൻ്റെ വലിയ പിത്തലാട്ട കാലത്തും അദ്ദേഹം അതിനൊപ്പം സഞ്ചരിക്കാനോ അവരെ പുകഴ്ത്താനോ ആ രാഷ്ട്രീയത്തിൻ്റെ അരികുകളിലേക്ക് വീണു പോകാതിരിക്കാനോ സവിശേഷമായ ജാഗ്രത കാണിക്കുന്നത് കണ്ടു. അപ്പോൾ MT കേരളം പൊതുവിൽ ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ പുരോഗമന രാഷ്ട്രീയത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്തുമാത്രം നന്നായി നിർവഹിച്ചാണ് മടങ്ങിപ്പോകുന്നത് എന്നതുകൂടി നമ്മൾ സംസാരിക്കാം എന്ന് വിചാരിക്കുകയാണ്. വീണ്ടും എന്താണ് തോന്നുന്നത്, MTയുടെ ഒരു രാഷ്ട്രീയമായ ഇടപെടലും പൊസിഷനും എന്തായിരുന്നു എന്ന് തോന്നുന്നു? അദ്ദേഹത്തിനെ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ആളുകൾക്ക് സ്വന്തമായി കിട്ടിയിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? നിഷാദ് പറഞ്ഞതുപോലെ ഈ പറയുന്ന മതേതര പുരോഗമന ചിന്താഗതികളെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ നിലപാട് തന്നെയാണ് MTക്കുള്ളത്. അത് പക്ഷേ അസാധാരണമായ ഒരു സ്വന്തമാക്കലല്ല, അത് കേരളത്തിൻ്റെ സ്വാഭാവികതയാണത്. അതിനപ്പുറത്ത് കേരളത്തെ രാഷ്ട്രീയമായി മുന്നോട്ട് നയിക്കുന്നതിനുള്ള എന്തെങ്കിലും ഇടപെടലുകൾ MTയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? സംശയമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ MT ചർച്ച ചെയ്യപ്പെട്ടത് ഈ ഈ ലിറ്റ് ഫെസ്റ്റിവലിലുള്ള പിണറായി ഇരിക്കുമ്പോഴുള്ള പ്രസംഗം ആണ്. പക്ഷെ പിന്നീട് നമ്മൾ അറിഞ്ഞു അത് കുറേ നാളുകൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിൻ്റെ ഭാഗമാണ് എന്ന്. ആ ലേഖനത്തിൻ്റെ ഭാഗം വീണ്ടും വരുന്നു. അതുകൊണ്ട് അന്ന് എഴുതിയ ലേഖനം അനശ്വരമാണ് എന്നൊന്നും കരുതാൻ കഴിയില്ല. അതിനേക്കാൾ അപ്പുറത്ത് ഏത് പിണറായിയുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിനും സാംസ്കാരിക കേരളം മടിച്ചു നിന്നിരുന്നൊരു കാലത്ത് ആ വാക്കുകൾ MTയെ പോലൊരാൾ ആവർത്തിച്ചു എന്ന ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. അത് സാംസ്കാരിക നായകന്മാരുടെ ഒരു പരാധീനതയുടെ ഭാഗമായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത്. അല്ലെങ്കിൽ MT ആ പറഞ്ഞ വാചകങ്ങളൊന്നും വലിയ വിമർശനങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അധികാരമെന്ന് പറയുന്നത് ആധിപത്യത്തിലേക്കും സർവാധിപത്യത്തിലേക്കും പോകാനുള്ളതല്ല. ജനങ്ങളെ സേവിക്കുക എന്ന് പറയുന്ന സിദ്ധാന്തം കുഴിച്ചു മൂടപ്പെടുന്നു. ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു നായകൻ, ഒരു നേതാവ് വേണ്ടത് ചരിത്രത്തിൻ്റെ അനിവാര്യതയാണ്. ഇങ്ങനെയൊക്കെയുള്ള വാചകങ്ങളാണല്ലോ വന്നത്. ഇതൊന്നും അതുവരെ ആരും പറയാത്തതല്ല. ഇപ്പോഴത്തെ കാലത്ത് ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്ന കുട്ടികൾക്ക് പോലും എഴുതാൻ കഴിയുന്ന തരത്തിലുള്ള അധികാരത്തെ വിമർശിക്കുന്ന വാചകങ്ങളാണത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള വലിയ രാഷ്ട്രീയ ഇടപെടലുകൾ, അത്തരം പ്രതികരണങ്ങൾ MT നടത്തിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ MT എന്തു പറഞ്ഞാലും അത് മഹത്തരമാകും എന്ന ഒരു സ്വാഭാവികത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു നറേറ്റീവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. MT വല്ലപ്പോഴും പറയും. ആ വല്ലപ്പോഴും പറയുന്നതെല്ലാം മണിമുത്തുകളാണ്, അങ്ങനെ നാം സ്വീകരിച്ചുകൊള്ളണം, ആ രീതിയുണ്ട്. ഇപ്പോൾ ഈ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് MT നടത്തിയ പ്രതികരണത്തെയും ഇങ്ങനെ വാഴ്ത്തുകയുണ്ടായി. MT അങ്ങനെ മഹാകാര്യങ്ങളൊന്നും അതുമായി ബന്ധപ്പെട്ടും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ പറയുന്ന നോട്ട് നിരോധനം ആളുകളെ സാധാരണക്കാരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നായി, അതൊരു തുഗ്ലക് പരിഷ്കാരമായിരുന്നു, ഇത്തരം വാചകങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ പറയുന്ന മോദിക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അത് ഭയങ്കരമായിട്ട് വാഴ്ത്തപ്പെട്ടു. MTക്ക് സൈബർ ആക്രമണം നേരിട്ടു. അപ്പോൾ പറയുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകൾ പോലും ഹാക്ക് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹത്തെ ഭയങ്കരമായി അധിക്ഷേപിക്കുന്നു സംഘപരിവാറുകാർ. ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞു MTക്ക് സാമ്പത്തിക മേഖലയെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് MT പക്ഷേ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. MT മറുപടി പറയണമെന്നേ, മറുപടി പറയുക തന്നെയാണല്ലോ വേണ്ടത്. MT അതിന് മറുപടി പറഞ്ഞില്ല. പിന്നെന്താ, ഈ സൈബർ ആക്രമണം നടന്നപ്പോഴും പറഞ്ഞ വാചകം പിൻവലിച്ചില്ല. അപ്പോൾ MTക്ക് വേണ്ടി ചെണ്ട കൊട്ടാൻ ഒരു സതിരെപ്പോഴുമുണ്ട്. MT ഇടയ്ക്ക് മിണ്ടുമ്പം അതിനുവേണ്ടി കൊട്ടുക, പിന്നെ മിണ്ടാതെ വീണ്ടും തുടർന്ന് മിണ്ടാതിരിക്കുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന ചെണ്ട കൊട്ടലുകൾ ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് അജിംസ് പറഞ്ഞതുപോലെ അതൊരു ഗോഡ് ഫാദറിന് കിട്ടുന്ന പ്രിവിലേജുകൾ മാത്രമായിരുന്നു. ഇപ്പോൾ വിരലിലുണ്ടാവുന്ന ഇടപെടലുകളാണ് ഇപ്പോൾ MT എത്രമാത്രം രാഷ്ട്രീയമായി കേരളത്തിൻ്റെ കാര്യങ്ങളിൽ സജീവമായി ഇടപെട്ടെന്ന് പരിശോധിക്കുമ്പോൾ വരുന്നത്. പെരിങ്ങോം സമരത്തിനകത്ത് എന്തോ അതിൻ്റെ മുൻനിരയിൽ നിന്ന് ഒരു പ്രകടനത്തിൽ എന്തോ പങ്കെടുത്തു. അതുപോലെ തന്നെ മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ട കാര്യത്തിനെടുത്ത ഒരു നിലപാട്. പിന്നെ ഈ പറയുന്ന നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട കാര്യം, ഇങ്ങനെയാണ് പോകുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ വിരോധ സമീപനം കാണിക്കുന്ന ആളുകൾ സംഘപരിവാറിൻ്റെ ഭാഗത്തുള്ളവരാണ്. അദ്ദേഹത്തെ കടുത്ത ഭാഷയിൽ അധിക്ഷേപിച്ച് എഴുതുന്ന ടെക്സ്റ്റുകളൊക്കെ കാണാം. ഇപ്പോൾ എന്ത് കാര്യത്തിനായിരുന്നു ഈ പറയുന്ന ഇദ്ദേഹം നോട്ട് നിരോധനവുമായിട്ട് ബന്ധപ്പെട്ടാണോ? അല്ല, ഇദ്ദേഹം അതിദേശീയതയുടെ ഒരു പുകഴ്പാട്ടുകാരനായി മാറിയില്ല എന്നുള്ള വിരോധം മുതൽ അദ്ദേഹം ഹിന്ദു വിശ്വാസത്തെ അപഹസിക്കുന്ന വിധത്തിലുള്ള കൃതികൾ ഉണ്ടാക്കുന്നവരെ അവരുടെ പ്രശ്നമാണ്. ഞങ്ങളുടെ പക്ഷത്തേക്ക് ഒരിക്കലും കിട്ടിയില്ല എന്നൊരു തരം നീരസമുണ്ടല്ലോ, അത് ഇന്ന് പ്രകടമാണ്. ഞാൻ പക്ഷെ അത്ര ഹാൻഡിലുകളൊന്നും കാണാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് ആ ഭാഗത്തെപ്പറ്റി അറിയില്ല പറയാൻ. എന്തായാലും കേരളത്തിൻ്റെ രാഷ്ട്രീയ ദിശയെ നിർണ്ണയിക്കുന്ന തരത്തിലൊരു ആക്ടിവിസ്റ്റിനെ പോലെ ഇടപെട്ട് ഒരിടത്തും കണ്ടിട്ടില്ല MTയെ. അങ്ങനെ വരുമ്പോൾ ഇപ്പം ഒരു കാര്യം പറയട്ടെ, നമ്മുടെ വളരെ സ്വകാര്യമായി ഇരിക്കുക,
സ്വന്തം സ്വകാര്യതയ്ക്ക് ഒരു എന്താ പറയേണ്ടത് ഭയങ്കരമായൊരു പ്രാധാന്യം കൊടുക്കുക, ഇതൊക്കെ എം ടിയുടെ സവിശേഷതകളാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടതെന്നറിവ് നിഷാദെ? ഏത് കാര്യത്തിലും സ്ഫോടന സ്വഭാവത്തോടെയുള്ള വാക്കുകൾ വരും അങ്ങനെയുള്ളവർക്ക്. കാരണം അവരിങ്ങനെ ഒതുങ്ങിയിരിക്കുകയാണല്ലോ. ഒതുങ്ങിയിരിക്കുന്നവർ ഒരു കാര്യത്തെ അനുഭവിക്കുന്ന അത്രയും തീവ്രമായിട്ടായിരിക്കും, അവരുടെ പ്രതികരണത്തിനും ആ ശക്തി ഉണ്ടാകും. അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ അരുന്ധതി റോയ് എന്ന് പറയുന്ന ഒരാൾ വന്ന് എന്തൊക്കെ വിസ്ഫോടനമാണ് ഉണ്ടാക്കിയത് അല്ലേ? അവരും ഇതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് വന്ന ഒരാളാണ്. പക്ഷേ ഇന്ത്യയുടെ രാഷ്ട്രീയ ദിശയെ ഏതൊക്കെ അളവിലാണ് അവർ മാറ്റിമറിക്കുകയുണ്ടായത് അവരുടെ ഇടപെടലിലൂടെ. ഇപ്പോൾ അരുന്ധതിയെ വായിക്കുന്നവർ പറയുന്നത് അരുന്ധതിയുടെ ഫിക്ഷൻ അല്ല, അരുന്ധതിയുടെ നോൺ ഫിക്ഷനാണ് മഹത്തായ രചന എന്നാണ്. ഇപ്പോൾ അവരുടെ രണ്ടാമത്തെ നോവല് നോൺ ഫിക്ഷൻ സ്വഭാവം തന്നെയുള്ളതാണ്. എനിക്ക് ആ രണ്ടാമത്തെ നോവൽ അങ്ങനെ ഗംഭീരമായി തോന്നിയിട്ടില്ല. അപ്പോൾ വളരെ ലൗഡാണ് ആ നോവൽ. പക്ഷേ അതാണ് ആദ്യത്തേതിനേക്കാൾ മികച്ചത് എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്തായാലും അവരുടെ വലിയൊരു കലഹമുണ്ട്. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ സക്കറിയ CPM ആക്രമണം നേരിട്ടുള്ളതാണ്. ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു പൊതുവേദിയിൽ വെച്ച് കായികമായി പോലും ആക്രമിക്കപ്പെട്ടിട്ടുള്ളതാണ്. സംഘപരിവാർ വിരുദ്ധമായ ശക്തമായ നിലപാടുകൾ സക്കറിയയ്ക്കുണ്ട്. ഈ പറയുന്ന ബുദ്ധിജീവികളെ എങ്ങനെയൊക്കെ സക്കറിയ വിമർശിച്ചു എന്ന് നമുക്കറിയുന്നതാണ്. CR പരമേശ്വരനെ പോലുള്ള ആളുകളുണ്ട്. അപ്പോൾ കേരളത്തിൽ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ ശബ്ദങ്ങളുടെ ഊക്ക് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ പ്രഹരശേഷി എം ടിയുടെ വാക്കുകൾക്കുണ്ടായിരുന്നു എന്നതിലും എനിക്ക് സംശയമുണ്ട്. ഈ സെലിബ്രിറ്റി ചെയ്യപ്പെടുന്നതിന് അത്രയും ഒന്നും എം ടി ലൗഡായിരുന്നില്ല കേരളത്തിന് വേണ്ടി. സ്വാഭാവികമായും കേരളത്തിൻ്റെ ഒരു മതനിരപേക്ഷ സംഗതിയിലെ ഒരു ഭാഗമായിരിക്കുക മാത്രമേ അദ്ദേഹം ചെയ്തുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇതിന് കോൺട്രിബ്യൂഷൻസ് ഉണ്ടല്ലോ. എന്താണ് അജിംസ് തോന്നുന്നു? ഒരു എഴുത്തുകാരൻ നിർബന്ധമായും എല്ലാ ദിവസവും വൈകുന്നേരം ഇറങ്ങി മേക്ക് കിട്ടി മുദ്രാവാക്യം വിളിക്കുന്ന അഭിപ്രായം എനിക്കില്ല വ്യക്തിപരമായി. അങ്ങനെ അതവരുടെ പണിയല്ല. എല്ലാ രാജ്യത്ത് നടക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളോടും ഒരു സാഹിത്യകാരൻ, ഞാൻ സാഹിത്യകാരൻ ഇൻവെർട്ടഡ് കോമേ പറയുകയാണ്. കാരണം എം ടി ഒരിക്കലും പൊളിറ്റിക്കൽ ലേഖനം എഴുതുന്ന ഒരാളല്ല OV വിജയനെ പോലെ. OV വിജയൻ്റെ ഫിക്ഷനേക്കാൾ കൂടുതൽ, ഇപ്പോൾ അരുന്ധതി പോലെ OV വിജയൻ്റെ ഫിക്ഷനേക്കാൾ കൂടുതൽ രാഷ്ട്രീയ ലേഖനങ്ങളാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അത് അതിൻ്റെ കാർട്ടൂണുകളാണ്. പക്ഷേ എം ടി അങ്ങനെ ഒരു രാഷ്ട്രീയ ജീവിയെ അല്ല അർത്ഥത്തിൽ. അദ്ദേഹത്തിൻ്റെ മേഖല വേറെയാണ്. പക്ഷേ ഞാൻ എം ടിയെ ബഹുമാനിക്കുന്ന ഒരു കാര്യം, വളരെ നിർണായക സന്ദർഭങ്ങളിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ മുത്തങ്ങ സംഭവം ഉണ്ടാകുന്നു. മുത്തങ്ങയിൽ ഒരു ആദിവാസി വെടിയേറ്റ് മരിച്ചു. ആദിവാസികളെ പോലീസ് മർദ്ദിച്ചു. അത് മാധ്യമങ്ങളുടെ മുമ്പിലാണ് നടന്ന കാര്യമാണ്. സാധാരണ നിലയിൽ അതിന് മുമ്പോ ശേഷമോ ആദിവാസികൾക്കെതിരായിട്ടുള്ള ഏതെങ്കിലും അട്രോസിറ്റീസ് കേരളത്തിൽ വലിയ വിഷയമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ആദിവാസി പട്ടിണി കിടന്ന് മരിച്ചു, അല്ലെങ്കിൽ ആദിവാസി സ്ത്രീ ഓട്ടോറിക്ഷയിൽ പ്രസവിച്ചു, ആദിവാസി കുഞ്ഞുങ്ങൾ അട്ടപ്പാടിയിൽ പട്ടിണി കിടന്ന് മരിച്ചു. ഇവിടെ അങ്ങനെ വലിയ കോലാഹലം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. പക്ഷേ അന്ന് മുത്തങ്ങ വെടിവയ്പ്പിൽ സാംസ്കാരിക കേരളം ഒറ്റക്കെട്ടായി നിന്ന് ആ ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതികരിച്ചെങ്കിൽ അതിന് കാരണം എം ടി ആണ്. കാരണം എം ടി അതിൻ്റെ ഫോർ ഫ്രണ്ടിലുണ്ടായിരുന്നു. എം ടി മാത്രമല്ല, നിരവധി ആളുകളുണ്ടായിരുന്നു. പക്ഷേ എം ടിയുടെ വാക്കുകൾക്ക് ശബ്ദം കൂടുതലായിരുന്നു. അതൊരു നിർണായക സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. നോട്ട് നിരോധനത്തിനെതിരെ എത്ര പേർ കേരളത്തിൽ സംസാരിച്ചിട്ടുണ്ട്? അനുകൂലിച്ച് VT ബൽറാമിനെ പോലുള്ളവർ അനുകൂലിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയ സമയത്താണ് അതൊരു തുഗ്ലക്കിയൻ പരിഷ്കാരമാണെന്ന് ഒരു എഴുത്തുകാരൻ വിളിച്ച് പറയുന്നൊരു സാഹിത്യകാരൻ. വേറെ എത്ര സാഹിത്യകാരന്മാർ പറഞ്ഞു? ഇന്ത്യയിൽ എത്ര പേര് പറഞ്ഞു? ആരെങ്കിലും പറഞ്ഞോ? ആരും പറഞ്ഞില്ല. അപ്പോൾ മോദി നടത്തിയിട്ടുള്ള ഒരു തുഗ്ലക്കിയൻ പരിഷ്കാരത്തെക്കുറിച്ച് അദ്ദേഹം വളരെ സത്യസന്ധമായി പ്രതികരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. അത് വളരെ കൃത്യസമയത്താണ്. ആ ടൈമിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആ സമയത്ത് അദ്ദേഹം പ്രതികരിച്ചു. പിണറായി വിജയൻ എൻ്റെ 1ാം ടൈം കഴിഞ്ഞു, 2ാം ടൈമിൽ വന്നപ്പോൾ എന്താണ് പിണറായി വിജയൻ എന്നുള്ള ആളുകൾക്കറിയാം. ആരെങ്കിലും ധൈര്യപ്പെടുമോ പിണറായി വിജയൻ ഒരു ഏകാധിപതിയാണെന്ന് പരോക്ഷമായെങ്കിലും വിളിച്ചു പറയാൻ? ഏതെങ്കിലും എഴുത്തുകാരൻ? കേരളത്തിൽ അദ്ദേഹത്തിന് സ്തുതിപാഠകരായിട്ടുള്ള ഒരുപാട് എഴുത്തുകാരുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നയങ്ങൾ ഏകാധിപത്യപരമാണെന്ന് വിളിച്ചു പറയാൻ ധൈര്യം, അത് എഴുതി തയ്യാറാക്കിയതാണെങ്കിലും മുമ്പ് എഴുതിയത് പിന്നീട് വായിച്ചതാണെങ്കിലും അദ്ദേഹത്തെ വേദിയിലിരുത്തി അത് പ്രസംഗിക്കാൻ ധൈര്യം കാണിച്ചു എം ടി. അപ്പോൾ എല്ലാ ദിവസവും രാഷ്ട്രീയ പ്രസ്താവന നടത്തുക എന്നുള്ളൊരു സാഹിത്യകാരൻ്റെ പണിയല്ല. പക്ഷേ അദ്ദേഹം പറയേണ്ട സമയത്ത് അത് പറഞ്ഞിട്ടുണ്ട്. ഇത് എൻ്റെ രാഷ്ട്രീയമാണെന്ന് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഒരു അടിമുടി രാഷ്ട്രീയ ജീവിയാണെന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ ജീവിയല്ല. അദ്ദേഹത്തിൻ്റെ മേഖല തന്നെ സാഹിത്യമാണ്. ആ രംഗത്ത് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകളായിരിക്കും ഒരുപക്ഷേ മലയാളം ഓർത്തിരിക്കുക. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഇടപെടലുള്ള, പക്ഷേ ഒരു നിർണായക സന്ദർഭത്തിൽ ആരും ശബ്ദിക്കാനില്ലാത്ത സമയത്ത് അദ്ദേഹം ശബ്ദിച്ചിട്ടുണ്ട്. അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുക തന്നെ ചെയ്യും. ഓക്കെ. MT വാസുദേവൻ നായർ, നമ്മുടെ നാടൊരു വലിയ വിപത്കാലത്തെ അഭിമുഖീകരിക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയുടെ സ്വച്ഛഗേഹത്തിൽ നിന്ന് പുറത്തു വന്ന് ഉച്ചത്തിൽ സംസാരിച്ചില്ല എന്ന വിമർശനം സാധുവായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം നടത്തിയ ഇടപെടലുകളെ നമുക്ക് വിസ്മരിക്കാനും കഴിയില്ല എന്നതാണ്.